മദ്യലഹരിയിൽ കാറുമായി വിദ്യാർത്ഥിയുടെ പരാക്രമം. 4 കിലോമീറ്ററോളം കാർ ഓടിച്ച് നടത്തിയ പരാക്രമത്തിൽ 7 വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. നിർത്താതെ പോയ കാർ പിന്നീട് മരത്തിലിടിച്ചാണ് നിന്നത്. വൈറ്റ് കളർ ഫോർച്യൂണർ ഒരു ചേട്ടനെയും ചേച്ചിയെ ഇടിച്ച് താഴെയിട്ടാണ് ഒരു ഓട്ടോയുടെ പുറകിൽ ഇടിച്ചു. എന്നിട്ട് അത് നേരെ കറങ്ങിയിട്ട് എൻ്റെ വർക്ക്ഷോപ്പിലോട്ട് ഇടിച്ച് കയറി. വർക്ക്ഷോപ്പിൽ ഞങ്ങൾ ജോലിക്കാരെല്ലാം പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വണ്ടി ഇടിച്ച് കയറി 3 വണ്ടികൾ തകർത്ത ആ വണ്ടി. ഞങ്ങൾ ജീവനും കൊണ്ട് ദൈവഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവൻ അന്നേരം തന്നെ ഒരു പയ്യനാണ്, അവൻ അന്നേരം തന്നെ റിവേഴ്സ് എടുത്ത് നല്ല സ്പീഡിൽ പോയി. ഷിനോജിസ്റ്റുണ്ട് വിശദവിവരങ്ങളുമായി. ഷിനോജ്, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിദ്യാർത്ഥിയാണ് വാഹനം ഓടിച്ചത്. വിദ്യാർത്ഥി എത്ര പ്രായം വരും? കോളേജ് വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നോ? ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച ഇയാൾക്ക് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ? മറ്റ് വാഹനങ്ങളിൽ തട്ടിയ സമയത്ത് അവിടെ ആർക്കെങ്കിലും പരിക്കുണ്ടോ? വിശദവിവരങ്ങൾ എന്താണ്? പോലീസ് എന്തു പറയുന്നു? ഇന്നലെ വൈകിട്ട് 5:45 ഈ സംഭവം നടക്കുന്നത്. കോട്ടയം CMS കോളേജിൻ്റെ ജംഗ്ഷനിൽ നിന്നാണ് ഈ അപകടകരമായ രീതിയിൽ ഈ വിദ്യാർത്ഥി യാത്ര തുടങ്ങുന്നത്. തുടർന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുടമാളൂർ ജംഗ്ഷനിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു ആൽമരമുണ്ട്. ഈ ആൽമരത്തിലേക്കാണ് ഈ വാഹനം, അബോധാവസ്ഥയിലായിരുന്ന ഈ വിദ്യാർത്ഥി വാഹനം ഈ കാലിലേക്കാണ്, ആൽമരത്തിലേക്കാണ് കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റുന്നത്. വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ അപകടകരമായ കാർ യാത്രയിൽ 7 കാറുകളെ ഈ വിദ്യാർത്ഥി CMS കോളേജിലെ വിദ്യാർത്ഥിയാണ്, ഡിഗ്രി വിദ്യാർത്ഥിയാണ്. നേരത്തെ KSU പ്രവർത്തകനായിരുന്നു. കഴിഞ്ഞ 1 വർഷം മുൻപ് ഈ കഞ്ചാവ് ഈ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന്, സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായാണ് KSUവിൻ്റെ ജില്ലാ നേതൃത്വം അറിയിക്കുന്നത്. എന്തായാലും ഇന്നലെ ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാക്കുന്നു. 7 കാറിനെ ഇത്തരത്തിൽ ഇടിക്കുന്നു. 7 കാറുകളെ ഇടിച്ചതിന് ശേഷം ഈ ഇരുചക്ര വാഹനക്കാർക്ക് നേരെയും ഈ കാർ ഇടിക്കുന്നുണ്ട്. എന്തായാലും ഈ കാറിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പി ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട ഒരു യാത്രക്കാരൻ കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. ചേട്ടാ, എന്തായിരുന്നു സംഭവം എന്നുള്ളത്? ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് എൻ്റെ വൈഫ് കോട്ടയത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം വൈഫിനെ മോനെ വിളിക്കാൻ പോകുന്ന സമയത്ത് കുടയമ്പടി എത്തിയപ്പോഴാണ് ഒരു കോൾ വന്നു. ഞാൻ ആ കോൾ വണ്ടി സൈഡിൽ ഒതുക്കി കോൾ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് കോൾ ജസ്റ്റ് കട്ട് ചെയ്ത് പോക്കറ്റ് കിട്ടും. അന്നേരമാണ് പെട്ടെന്ന് ഭയങ്കര സൗണ്ട് കേൾക്കാം ഈ വണ്ടിയുടെ. പക്ഷേ വല്ലാത്ത സൗണ്ടാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ബോണറ്റെല്ലാം തകർന്നിട്ട് എൻ്റെ നേരെ ഓടി വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി കൈ കൊടുത്തപ്പോൾ പെട്ടെന്ന് വണ്ടി ഒരു ശകലം മാറി നിന്ന് ഞാൻ നിന്ന സ്ഥലത്തൊരു വണ്ടി പെട്ടെന്ന് പാസ് ചെയ്ത് പോയി. അപ്പോൾ തന്നെ കുറേ ബൈക്കുകളൊക്കെ വരുന്നുണ്ട്. ഞാനും എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും പുറകെ വന്ന് നോക്കുമ്പോൾ ഇവിടെ വന്ന് ഇടിച്ചു കിടക്കും. അപ്പോൾ ഇവിടെ എല്ലാം ബ്ലോക്കായി. ഇവിടെ ഒരുപാട് ബൈക്കൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇടിച്ചു കിടക്കുന്നത്. അപ്പോൾ ഒരു യുവാവിനെ ഇവിടുന്ന് നിലത്ത് കിടപ്പുണ്ട്. ആൾക്കാരെടുത്ത് നേരത്തെ വരും. അപ്പോൾ ഞാൻ മദ്യലഹരിയിലായിരുന്നു. അതെനിക്ക് കറക്റ്റായിരുന്നു. കാരണം എനിക്ക് നല്ല തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് കുഞ്ഞിനെയൊക്കെ ആയിട്ട് പോകേണ്ടതുണ്ട്. ഞാൻ പിന്നെ തിരിച്ചങ്ങ് പോയി. എന്തായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നത്. എനിക്ക് നല്ല ഇടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് രക്ഷപ്പെടുമായിരുന്നു. മദ്യലഹരിയിൽ ഓടിച്ചിരുന്ന കാറാണ് മറ്റു വാഹനങ്ങളിൽ തട്ടുകയും ഒടുവിൽ മരത്തിലിടിച്ചു നിൽക്കുകയും ചെയ്തത്.